ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ഞങ്ങളുടെ എക്സാമിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിലെ ഗായത്രിയുടെ ഡെലിവറി കഴിഞ്ഞു 2 ദിവസം മുന്നേ ആയിരുന്നു. അന്ന് എക്സാം എഴുതാൻ ഗായത്രി വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ലഡ്ഡു ഒക്കെ കൊണ്ടുവരുന്നു അവിടെ ക്ലാസ്സിൽ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് സെറ്റ് ബാച്ച് എക്സാം കഴിഞ്ഞു. ഇനി ഒരു ബാച്ചും കൂടെ എക്സാമിനുണ്ട്. അവരവിടെ എക്സാമിനായിട്ട് റെഡി ആയിരിക്കുമായിരുന്നു. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞു. ആ ഒരു ടൈമിനെടുത്ത ചെറിയ ചെറിയ ക്ലിപ്പിങ്സാണിത്. പിന്നെ എല്ലാവരും നമ്മൾ കഴിഞ്ഞവരുടെ പുറത്ത് വെയിറ്റ് ചെയ്തു. ഞങ്ങൾ ഇവരുടെയും കൂടെ എക്സാം കഴിഞ്ഞിട്ട് ഒരു ഫുഡൊക്കെ അന്ന് പുറത്തുനിന്നാണ് കഴിച്ച് ചെറിയ ഔട്ടിങ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ എല്ലാവരും ഞങ്ങൾ കഴിഞ്ഞവർക്ക് കഴിഞ്ഞ് ഇവർ എക്സാം നടക്കാൻ പോകുന്നവർക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഓപ്ഷണൽ സബ്ജക്റ്റിൻ്റെ MCQ ആയിരുന്നു. കുറച്ച് ടഫ് ഉണ്ടായിരുന്നു എക്സാമായിട്ട്. അപ്പോൾ ഞങ്ങളുടെ മലയാളത്തിൻ്റെ സോഷ്യൽ സയൻസിൻ്റെയും MCQ എക്സാം നമുക്ക് ഫസ്റ്റ് ബാച്ചിൽ കഴിഞ്ഞു. അപ്പോൾ ഞാനും സനോക്കോടെ വെയിറ്റ് ചെയ്തു. കാർത്തികയും ശ്രീവർഷയും ഫാത്തിമയൊക്കെ വരാനായിട്ട്. പിന്നെ ഇതേ നമ്മൾ എക്സാം കഴിഞ്ഞവർ അതിൻ്റെ ചർച്ച ക്വസ്റ്റ്യൻസ് എങ്ങനെ ഈസി ആയിരുന്നോ എളുപ്പമായിരുന്നോ. ഗീതു അവിടെ വെച്ചിട്ട് പോയ ചാർട്ടെല്ലാം അന്ന് കൊണ്ടുപോകാൻ തിരിച്ചു. പിന്നെ ഹോസ്റ്റലേഴ്സ് തേജു, അപ്സര, വിജിത, ശ്രീകുട്ടിയും ഇവരൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആയിരുന്നു, അതിൻ്റെ ആൻസേഴ്സ് കറക്റ്റാണോ എന്നൊക്കെ ഉള്ള ചർച്ച നടക്കുകയായിരുന്നു. അങ്ങനെ എല്ലാം വളരെ നല്ല രീതിയിലാണ് ആ എക്സാം അവസാനിച്ചു. ഇന്നത് പബ്ലിഷ് ചെയ്യുന്ന കുറച്ച് ദിവസമായി. എക്സാം കഴിഞ്ഞ് പിന്നെ ചില തിരക്കുകൾ പറഞ്ഞാലും എനിക്ക് വീഡിയോസ് ഇടാനായിട്ട് സാധിച്ചില്ല. അതേ നമ്മൾ നെയ്യാറ്റിൻകര വിസ്മയിലാണ് ഫുഡ് കഴിക്കാൻ പോയത്. ഇപ്പം ഞങ്ങൾ ആദ്യം ഇത്രയും പേരും ഞങ്ങൾ ഒന്നിച്ചാണ് വന്നിരുന്നത്. ഞങ്ങൾ സനത്തിൻ്റെ കാറിലാണ് ഞങ്ങളിവിടെ വന്നത്. പിന്നെ ഇനി 2-3 പേര് പിന്നെ വണ്ടിയിൽ വന്നവരുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. കുറച്ച് നേരം എൻജോയ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങളിനി ഞങ്ങളെല്ലാം ഒന്നിച്ചാണ് എത്തിയത്. അങ്ങനെ അവിടെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയത്. കാരണം ഇതിന് ശേഷം ഇനി നമുക്ക് എന്ന് കാണാൻ പറ്റും എന്നൊക്കെ ഡൗൺ. കാരണം പിന്നെ TC വാങ്ങാൻ വരുമ്പോൾ കോളേജിൽ പിന്നെ പലരും പല വഴിക്ക് പോകുന്നു. ഇതിൽ ഡിഗ്രി കഴിഞ്ഞവരടുത്ത് PGക്ക് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ചില തിരക്കുകളിലേക്ക് അങ്ങനെ നല്ലൊരു ദിവസം, ഒരു ഓർമ്മകൾ ദിനമായിട്ടും അത് മാറി. ബൈ ബൈ.